നിർമ്മൽ എബ്രഹാം, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഹമാസ് നെഗോഷിയേഷൻ ടീമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ മുൻകൈയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു പീസ് പ്രോസസ്സ് നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ദോഹയിലെത്തിയ ഹമാസിന്റെ ടീമിനെ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ ആ സമാധാന പ്രക്രിയയുടെ ഭാവി എന്താകും? ഇസ്രയേൽ പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് സമാധാന പ്രക്രിയ പൂർണ്ണമായും സബോട്ടേഷ് ചെയ്യുന്ന വിധത്തിലേക്ക് ഈ ആക്രമണം മാറുമോ? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, ട്രംപിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ക്ലോസിംഗ് ഫേസിലോട്ട് എത്തുമെന്ന് നമ്മൾ കരുതിയിരുന്നൊരു സമയത്താണ് ഇങ്ങനെ അറ്റാക്ക് നടക്കുന്നത്. വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. മാത്രമല്ല, ഈ നേരത്തെ ശ്രീ പി ജെ വിൻസെൻ്റ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റേത് രാജ്യമായിക്കോട്ടെ, സിറിയയോ ലെബനോണോ യമനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ പ്രോക്സികൾ അവിടെ ഉണ്ട് എന്ന പേരിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ ന്യായീകരണം കേട്ടിരിക്കാൻ സാധിച്ചേനെ. പക്ഷേ ഖത്തറിൻ്റെ കേസിൽ ഒരുപാട് തരത്തിൽ ഇപ്പം ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുന്നതായിക്കോട്ടെ പലസ്തീന്, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാനുള്ള മീഡിയേഷനിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മീഡിയേഷൻ പലതവണ നടത്തിയ ഒരു രാജ്യമാണ്. മാത്രമല്ല, ഇസ്രായേൽ മാത്രമായിട്ടല്ല, അമേരിക്ക ആയിട്ടായാലും ഈജിപ്റ്റൊക്കെ ആയിട്ടായാലും ഇതിനെല്ലാം ഒരു മേജർ ഫാക്ടർ ഖത്തറായിരുന്നു. അപ്പോൾ അവിടെ ഒരു അറ്റാക്ക് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആ രാജ്യത്തിൻ്റെ സോവറിനിറ്റി, അതിൻ്റെ ഇൻ്റർനാഷണൽ റൂൾസിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ നടത്തിയ ഒരു ആക്രമണമാണ്. തീർച്ചയായിട്ടും അപലപിക്കേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ചോദ്യം വരുന്നത് അമേരിക്ക ഇതിനെ ഏത് രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് ഇത്രയും നാളും ഇസ്രായേലിനെ ഓപ്പണായിട്ടും അല്ലാതെയും ബാക്ക് ചെയ്യുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് ചാനൽസിലാണെങ്കിലും യുണൈറ്റഡ് നേഷൻസിലാണെങ്കിലും ഇസ്രായേലിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അപലപിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പേര് പറയാതെയാണ് അപലപിക്കുന്നത്. അപ്പോൾ ഇത്തവണ അമേരിക്ക എന്ത് സ്റ്റാൻസ് എടുക്കുമെന്നുള്ളത് കാണണം. കാരണം ഇറാൻ്റെ മേലുള്ള അറ്റാക്ക് നടന്ന സമയത്തും നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ വിവിധയിടങ്ങളിൽ 10-16 രാജ്യങ്ങളിൽ ഉൾപ്പെടെ എയർബേസുകൾ ഉള്ള ഒരു രാജ്യമാണ് യു എസിന് അത് ആവശ്യവുമാണ്. അതിൽ ഏറ്റവും വലിയ എയർബേസ് താങ്കൾ ആദ്യം ഇൻട്രൊഡക്ഷൻ സൂചിപ്പിച്ച പോലെ ഖത്തറിലാണ്. സോ അങ്ങനെ ഖത്തറുമായിട്ടുള്ള ബന്ധം അമേരിക്കയും ഏകദേശം ഊഷ്മളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നത്. അതുകൊണ്ട് അമേരിക്ക അടുത്തത് എന്ത് സ്റ്റെപ്പ് എടുക്കുമെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ഈ ഒരു പീസ് പ്രോസസ്സ് അവസാനിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നു. കാരണം 20 ഹോസ്റ്റേജസോ മറ്റോ ആണ് ജീവനോടെ ബാക്കിയുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹു ആയിക്കോട്ടെ, ട്രംപ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ട്രംപ് പറയുന്നത് ക്ലോസിംഗ് ഫേസിലാണ്, എത്രയും പെട്ടെന്ന് നമ്മൾ സമാധാനം കാണും എന്ന് പറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക വിളിച്ചു വരുത്തിയ ടീം എന്നുള്ള നിലയ്ക്ക് ഏത് രീതിയിലാണ് അമേരിക്ക ഇതിനെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യം.